സ്കൂൾ വിട്ട് വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് ആദ്യമേ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു വെച്ചിരുന്നൊരു കാര്യമാണ് എൻ്റെ മാക്സിമം എനിക്ക് പറ്റുന്ന അത്രയും ചാപ്റ്റേഴ്സ് ഒന്ന് റിവൈസ് ചെയ്ത് വിടൽ. ഞാൻ നേരത്തെ PT 1 പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചാപ്റ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അത്യാവശ്യം അറിയാവുന്ന കുറച്ച് ചാപ്റ്റേഴ്സൊക്കെ അതൊന്ന് പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. കാരണം ആ PT 1 എക്സാമിന് ശേഷം ഞാൻ ആ ഭാഗത്തേക്ക് പോവാത്ത കുറച്ച് ചാപ്റ്റേഴ്സൊക്കെ ഉണ്ട്. എൻ്റെ ബിസിനസ്സിലെ ചാപ്റ്റേഴ്സൊക്കെ ഞാൻ പുതിയതൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും ഒന്ന് പഠിച്ചു തരുന്നതൊക്കെ പുതിയതായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പഴയതൊന്നും ഞാൻ റിവൈസ് ചെയ്തിട്ടില്ല. ഞാൻ വിചാരിച്ചു ഈ കിട്ടുന്ന ഞങ്ങളുടെ സ്കൂൾ അടയ്ക്കുന്നത് വരെ ഈ ഒരു കാര്യം ചെയ്യാൻ, നമുക്ക് മാക്സിമം ഉള്ള ഏതൊക്കെയാണോ ഉള്ളത്, ഏതൊക്കെയാണോ ഞാൻ നേരത്തെ പഠിച്ചു വെച്ചത് അതൊക്കെ ഈ സ്കൂൾ അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ റിവൈസ് ചെയ്ത് തീർക്കാമെന്ന്. എന്നിട്ട് സ്കൂൾ അടയ്ക്കുമ്പോൾ നമുക്ക് പുതിയ ചാപ്റ്റേഴ്സൊക്കെ, ഇതുവരെ പഠിക്കാത്ത ചാപ്റ്റേഴ്സൊക്കെ, സെൽഫ് സ്റ്റഡി ചെയ്ത് തീർക്കാത്ത ചാപ്റ്റേഴ്സൊക്കെ ആ സമയത്ത് പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ ബിസിനസ്സാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ബിസിനസ് അല്ലല്ലോ, ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് എക്കണോമിക്സിലെ 2 ചാപ്റ്റർ ഞാനിന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ചെറിയ ചാപ്റ്റേഴ്സ് ആയിരുന്നു. അപ്പോൾ അത് രണ്ടും കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ ഒരു സമാധാനമായി. അതിനുശേഷം ഞാൻ ബിസിനസ് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ബിസിനസ്സിലെ ചാപ്റ്റേഴ്സൊക്കെ ഭയങ്കര വലുതാണ്. അപ്പോൾ ഞാൻ പിന്നെ അത് മാറ്റി വെച്ചു. ബിസിനസ് ഈ ഒരു ദിവസം ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം എനിക്കത് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അതാവും. അത് പിന്നെ മാറ്റിയിട്ട് ഇംഗ്ലീഷ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാൻ യൂട്യൂബ് ഓപ്പൺ ആക്കിയിട്ട് ഫസ്റ്റ് ഈ ഷോർട്സിൻ്റെ സെക്ഷനിലേക്ക് പോയിട്ട് കുറച്ചിങ്ങനെ സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഒരു മഞ്ച് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പഠിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. പഠിക്കാനിരുന്ന സമയത്ത് ഞാൻ ക്യാമറ ഓണാക്കാൻ മറന്നുപോയി. ഓഫ് ആയതാണോ മറന്നുപോയതാണോ എനിക്കറിയാൻ പാടില്ല. ക്യാമറ ഓൺ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചാപ്റ്റർ ഏകദേശം പകുതി ആയപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. കണ്ട് വീണ്ടും ഞാൻ ക്യാമറ ഓണാക്കി. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്തിട്ട് ഇട്ടേക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ഈ ചാപ്റ്റർ ഞങ്ങളുടെ സ്കൂളിലെ അഡ്രസ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഞങ്ങളുടെ സ്കൂളിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. മാഡം അത് കഴിഞ്ഞിട്ടുള്ള ചാപ്റ്റർ എടുത്തിട്ടുണ്ട്, അഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇന്നലെ മാഡത്തിൻ്റെ അത് ഓർമ്മിപ്പിച്ചു, മാഡം ഈ ചാപ്റ്റർ എടുത്തിട്ടുള്ളത് എക്സാമിനുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട്. അപ്പോഴാണ് മാഡം പറഞ്ഞത് മാഡം വിട്ടുപോയി, മാഡം വിചാരിച്ചു ആ ചാപ്റ്റർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന്. അതുകൊണ്ടാണല്ലോ അടുത്ത ചാപ്റ്ററിലേക്ക് പോയത്. ഞങ്ങൾ വിചാരിച്ചു ആ ചാപ്റ്റർ ഉണ്ടാവില്ലെന്ന്. അതുകൊണ്ടൊന്ന് ചോദിച്ചത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. ആ ചാപ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഇങ്ങനെ ബ്രീഫ് ആയിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വിട്ടു. അപ്പോൾ ഞാൻ ആ ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ പോയി ഞാൻ വിചാരിച്ചു ഈ ഒരു ചാപ്റ്റർ ഒന്ന് പഠിക്കാമെന്ന്. അങ്ങനെ ഈ ചാപ്റ്റർ പഠിച്ചിട്ട് എനിക്ക് ഈ ചാപ്റ്റർ അത്യാവശ്യം നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു കഥയും കാര്യങ്ങളൊക്കെ നല്ലതാണ്. ഈ സ്നാപ്ഷോട്ടിലെ കഥകളൊക്കെ അടിപൊളിയാണ്. അത്യാവശ്യം ഭയങ്കര വലിയ സ്റ്റോറീസൊക്കെയാണ്. അപ്പോൾ എനിക്ക് ഈ പോമിനെക്കാട്ടും കൂടുതൽ ഇഷ്ടം ഇങ്ങനത്തെ സ്റ്റോറീസൊക്കെയാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ എഴുതാനായിട്ട് ഭയങ്കര ഈസിയാണ്. ഈ പോമൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ 2 ലൈനാണെങ്കിൽ അതിന് മീനിങ് ആയിട്ടൊരു 10 ലൈൻ ഉണ്ടാവും. അത്രയും ബുദ്ധിമുട്ടാണ് ഈ പോമൊക്കെ കാര്യങ്ങളൊക്കെ. പക്ഷെ ഇത് കുഴപ്പമില്ല. ഇത് നമുക്ക് ഇതിനകത്ത് തന്നെ ആൻസർ ഉണ്ടാവും. നമുക്ക് നല്ല സുഖമായിട്ടിരുന്ന് പഠിക്കാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ഈ ചാപ്റ്റർ വായിച്ചു പോയാൽ തന്നെ നമുക്ക് എക്സാം എഴുതാൻ പറ്റും, കുഴപ്പമില്ല. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ വലിയ വലിയ ചാപ്റ്റേഴ്സിനോടാണ് താല്പര്യം. ഇംഗ്ലീഷിൽ എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ കുഴപ്പമില്ല, ലൈൻ ബൈ ലൈൻ മനസ്സിലായി കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ ഞാനത് പഠിക്കാനായിട്ട് കുറച്ചധികം സമയം എടുക്കും. ഓരോ ലൈനും പ്രോപ്പറായിട്ട് മനസ്സിലാക്കി അതിൻ്റെ ഡെഫിനേഷനൊക്കെ മനസ്സിലാക്കിയിട്ടൊക്കെ ഞാൻ പഠിക്കുകയുള്ളൂ. പിന്നെ ആ ഒരു ദിവസം എനിക്ക് എന്താ പറ്റിയെന്ന് എനിക്കെന്നെ അറിയാൻ പാടില്ല. ഞാൻ 9 മണിയൊക്കെ ആയപ്പോഴേക്കും എനിക്ക് 9 മണിക്കായിട്ട് എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല, ഒട്ടും ഉറക്കം വരുന്നില്ല. അപ്പം ഞാൻ പിന്നെ അത്രയും ദിവസം ഭയങ്കര ടയേർഡായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചുമ്മാ കിടന്നിട്ട് ഞാൻ പിന്നെ എഴുന്നേൽക്കുന്നത് 10 മണിക്കാണ്. പിന്നെ എനിക്ക് ഉറക്കം കംപ്ലീറ്റ്ലി എൻ്റെ കയ്യിൽ നിന്ന് പോയി. എനിക്ക് ഉറക്കം ഒട്ടും വരുന്നില്ല. പിന്നെ ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യം, സെക്കൻഡ് സിറ്റിംഗ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന അക്കൗണ്ടൻസി എടുത്തിട്ടുണ്ടായിരുന്നു. അക്കൗണ്ടൻസിയുടെ നേരത്തെ ഞാൻ കുറച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ബാക്കി ഇരുന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടിരുന്ന് കാണുക. എനിക്ക് അക്കൗണ്ടൻസി ക്ലാസ് വലുതായിട്ട് പിടിക്കുന്നില്ല, എന്താ അറിയാൻ പാടില്ല. എനിക്കെന്തോ ഇത് ഇത്രയും പഠിക്കേണ്ട ആവശ്യമില്ല, ഇത് കുറച്ച് ഓവറായിട്ടല്ലേ പഠിപ്പിക്കുന്നത്. ഇത്രയും ഒന്നും ഡെഫിനേഷൻ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഭയങ്കര ചെറിയ ടേംസ് ഒക്കെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതിന് ഇത്രയും വലിച്ചു നീട്ടുണ്ടെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാനിത് ക്ലാസ് പ്രോപ്പറായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. എങ്ങാനും ആവശ്യം വന്നാലും എന്നുള്ള ഇതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ലെക്ചറിന് പകരം ഞാൻ വേറെ എന്തെങ്കിലും ലെക്ചർ എടുത്തിരുന്നെങ്കിൽ അന്ന് ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എനിക്കിത് വലിയ താല്പര്യം വരുന്നുമില്ല. എൻ്റെ അക്കൗണ്ടൻസിൻ്റെ നോട്ട്ബുക്ക് ആണെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിലാണ്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ നോട്ട്ബുക്ക് നോക്കിയിട്ട് വല്ലതും ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേനെ. ചെറിയ ചാപ്റ്ററൊക്കെയാണ്. ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ എന്നൊക്കെ ആയിരിക്കും ഞങ്ങൾക്ക് തിയറി വരുന്നത്. തിയറി ഞങ്ങൾക്ക് MCQ ഫുൾ തിയറി ആയിരിക്കുമല്ലോ. അത് തിയറി വരുന്നുണ്ട് അക്കൗണ്ടൻസിക്ക്. പിന്നെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ തിയറിയാണ്. ഇപ്പോൾ MCQ 20 മാർക്സ് ആണ് വരുന്നത് ടോട്ടൽ. പിന്നെ 2 മാർക്കിൻ്റെത് ഒരു 10 കാണും. അപ്പോൾ ടോട്ടൽ 40 ആയിരിക്കും. അപ്പോൾ 40 മാർക്കോളം മിക്കവാറും തിയറി തന്നെ ആയിരിക്കും. ബാക്കി 40 ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് കൂടുതൽ. അപ്പം 4 ക്വസ്റ്റ്യൻസ്, 6 മാർക്കിന് 4 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ
6 മാർക്കിന് 4 ക്വസ്റ്റ്യൻസും അടിപൊളിയാണ്. എനിക്ക് അറിയാവുന്ന കുറച്ച് സ്ഥലത്ത് നിന്നൊക്കെയാണ് വരുന്നത്. അപ്പോൾ എക്സാം വലിയ കുഴപ്പമുണ്ടാവില്ല എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത് അക്കൗണ്ടൻസിയുടെ. അക്കൗണ്ടൻസിയുടെ കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കുറച്ചും കൂടി എളുപ്പമാവും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.